അഷ്കർ അലി കരിമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്ന് തന്നെ നമ്മൾ വിലയിരുത്തുന്ന രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് നേതാക്കൾ പറയുമ്പോഴും UDF പ്രവേശനം ഉറപ്പിക്കുകയാണ് PV അൻവർ. പാണക്കാട്ടെ ഈ സ്വീകരണം അതിന്റെ ഒരു സൂചന തന്നെയാണല്ലേ? വനിത, അക്കാലത്ത് യാതൊരു സംശയമില്ല. രാഷ്ട്രീയമില്ല, സംസാരിച്ചതൊന്നും രാഷ്ട്രീയമല്ല, മറിച്ച് ഈ വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട അതിൽ അൻവർ നടത്തുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പാണക്കാട് സ്വാധികർ തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആവർത്തിക്കുമ്പോൾ പോലും അതിൽ കൃത്യമായൊരു രാഷ്ട്രീയ നിലപാട് ലീഗ് നേതൃത്വം എടുത്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് PV അൻവർ പാണക്കാട്ട് അതിഥിയായി എത്തുന്നത്. പിന്നീട് PK കുഞ്ഞാലിക്കുട്ടി വീട്ടിലെത്തി അവർ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിൻ്റെ UDFിലേക്കുള്ള ടിക്കറ്റ് ലീഗ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സ്വാധികൾ തങ്ങൾ പറഞ്ഞു വെച്ചതിലും ചില രാഷ്ട്രീയ വായനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് UDFിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. 2024 ഭരണം തിരിച്ചുപിടിക്കുക എന്നത് UDFിന് മേൽ അനിവാര്യമായ കാര്യമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ UDFിനെ ശക്തിപ്പെടുത്താൻ വേണ്ടതെല്ലാം ചെയ്യും. അത് PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള UDFിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് സ്വാധികൾ തങ്ങൾ അത് പറഞ്ഞത്. ചുരുക്കി പറയുകയാണെങ്കിൽ PV അൻവറിനെ UDFിലേക്ക് എടുക്കണമെന്ന് പറയാതെ ലീഗ് നേതൃത്വം ഇന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിൻ്റെ പാണക്കാട്ടേക്കുള്ള സന്ദർശനവും കാരത്തോട് PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കുള്ള സന്ദർശനവും അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അതല്ലെങ്കിൽ അത്തരമൊരു ധാരണാപത്രം തന്നെ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇനി മറ്റൊരു കക്ഷിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ചർച്ചയിലേക്കോ ഉള്ള സാധ്യതകളില്ലാത്ത വിധം തന്നെ PV അൻവർ UDFിന് ടിക്കറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഏറ്റവും ചേർത്ത് പറയേണ്ട കാര്യം, അതിൽ പലപ്പോഴും നിർണായകമായ ഒരു നിലപാടായി മാറിയിരുന്നത് VD സതീഷിൻ്റെതായിരുന്നു. അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്നത് VD സതീഷിനായിരുന്നു. VD സതീഷിനടക്കം ഇന്ന് നിലപാട് മയപ്പെടുത്തുകയും അത്തരത്തിലൊരു PV അൻവറിൻ്റെ വിഷയം അതൊക്കെ UDF ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് സമാനമായ വാക്കുകളാണ് ആവർത്തിച്ചത്. UDF ചർച്ച ചെയ്ത് UDF നേതൃത്വത്തിൻ്റെ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. അഥവാ വരുന്ന UDF യോഗത്തിൽ PV അൻവറിൻ്റെ വിഷയം ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. PV അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന് ധാരണ പറയേണ്ടി വരും. അതുപോലെ തന്നെ UDFുമായി പ്രവർത്തിക്കാൻ PV അൻവർ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നു. വിനീത. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് പാണക്കാട് നിന്ന്.